ജന്തർ മന്തർ 18ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ചരിത്രപരമായും രാഷ്ട്രീയപരമായും രാജ്യത്തിന്റെ മുഖമായി നിൽക്കുന്ന തലസ്ഥാന നഗരിയുടെ പ്രധാന സ്മാരകങ്ങളിലൊന്ന്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്താണ് അവിടെ നടക്കുന്നത്? ആയിരക്കണക്കിന് ചെറുപ്പക്കാർ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും അവിടെ എത്തി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. സർക്കാർ പോലീസിനെയും മറ്റു സൈന്യങ്ങളെയും ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു കലാപ ഭൂമിയായി മാറിയിരിക്കുകയാണ് ജന്തർ മന്തർ ഇപ്പോൾ. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള യഥാർത്ഥ കാരണം? എവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം? അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമ്മൾ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കണം. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ കീഴിൽ നടക്കുന്ന നീറ്റ് എക്സാമിനെ പറ്റിയും അതിലുണ്ടായ പിഴവുകളും അത് വരുത്തിവെച്ച പ്രത്യാഘാതങ്ങളെയും പറ്റി അറിയണം. ഇന്ത്യൻ മെഡിക്കൽ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലായ നീറ്റ് പരീക്ഷയിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാറ്റിൽ പറത്തി ചോദ്യപേപ്പർ ടെലിഗ്രാമിലൂടെ ചോരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ സർക്കാർ പരീക്ഷ തന്നെ റദ്ദാക്കി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാസങ്ങളുടെ അധ്വാനവും പ്രതീക്ഷകളും ഒറ്റ ഉത്തരവിലൂടെ ചാരമായി. ചിലർ വിഷാദത്തിലേക്ക് കൂട്ടുകൂട്ടി. 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. പക്ഷേ സർക്കാർ മൗനം പാലിച്ചു. മാധ്യമങ്ങളിലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഇതിനെതിരെ ശബ്ദിക്കാൻ രാജ്യത്തെ യുവാക്കൾ മുന്നോട്ട് വന്നു. ആക്ടിവിസ്റ്റ് അഭിജിത് ദീപ്കയും കോക്രോച്ച് ജനതാ പാർട്ടിയും ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ തോതിലുള്ള ചോദ്യങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു. ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ പ്രതിഷേധത്തിന് ലഭിച്ചു. രാജ്യത്തിന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായ സോനം വാങ്ചുക് സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. പരീക്ഷാ നടത്തിപ്പിലുണ്ടായ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ക്രമക്കേടിന്റെ ഭാഗമായി ഇരകളാക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പരീക്ഷ അട്ടിമറിക്കപ്പെട്ടതിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിക്കുക, NTA സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം നടത്തുക, പരീക്ഷാ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ നേരിട്ട് ബോധിപ്പിക്കാൻ CJP വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് പാർലമെന്റ് അംഗങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സോനം വാങ്ചുക്കിന്റെ നിരാഹാര സത്യാഗ്രഹം. ദിവസങ്ങൾ കടന്നുപോയി. രാജ്യത്തിന്റെ പല ഭാഗത്തുള്ളവർ ജന്തർ മന്തറിലെത്തിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും അദ്ദേഹത്തിനും സമരക്കാർക്കും പിന്തുണ നൽകി. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ വിശദീകരണവും ഉണ്ടായില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. നിരാഹാര സമരത്തിലിരിക്കുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തുടങ്ങി. 100 കണക്കിന് പ്രതിഷേധക്കാരെ കൊണ്ട് ജന്തർ മന്തർ നിറഞ്ഞു. എന്നാൽ സർക്കാർ ചെയ്തതാകട്ടെ പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ ബലമായി ആശുപത്രിയിലേക്ക് മാറ്റി. തടയാനെത്തിയ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ലാത്തി വീശി. ഇതോടെ സാഹചര്യം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. വെള്ള തുണി കൊണ്ട് മറച്ചു കൊണ്ടുപോകുന്ന സോനം വാങ്ചുക്കിനെയും പോലീസിന്റെ ആക്രമണത്തിനിരയാകേണ്ടി വന്ന യുവാക്കളെയും കണ്ടതോടെ രാജ്യത്തെമ്പാടുമുള്ള യുവാക്കളുടെ സിരകളിൽ രക്തം തിളച്ചു. അവർ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായി തലസ്ഥാനത്തേക്ക് ഓടിയെത്തി. അവർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാക്കളും രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും കൂടെ ചേർന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രതിഷേധം കനത്തു. ആയിരക്കണക്കിന് ജനങ്ങൾ ജന്തർ മന്തറിൽ ഒത്തുകൂടി. അപ്പോഴും സർക്കാർ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ച് സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കം പോലീസ് കുറ്റവാളികൾ എന്ന പോലെ ബലം പ്രയോഗിച്ച് സ്ഥലത്ത് നിന്നും നീക്കി. ഇടത് പാർലമെന്റ് അംഗങ്ങളായ A റഹീമിനും ജോൺ ബ്രിട്ടാസിനും വലിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. സമരം ചെയ്തിരുന്ന വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കുട്ടികളെയും അവർ ക്രൂരമായി തല്ലിച്ചതച്ചു. നിരവധി പേർ ചോര വാർന്ന് സമരമുഖത്ത് വീണവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ പോലീസ് അവരെ വാഹനത്തിനുള്ളിൽ ബന്ധിയാക്കി. പോലീസ് യൂണിഫോമിലും അല്ലാതെയും പുറത്തു നിന്നുള്ളവർ പോലീസിനൊപ്പം ചേർന്ന് സമരക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. ജനാധിപത്യവും മൗലിക അവകാശങ്ങളും കാറ്റിൽ പറത്തി ജലപീരങ്കിയും കണ്ണീർവാതകവും ലാത്തികളും സമരക്കാർക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പാഞ്ഞു. പക്ഷേ സമരക്കാർ പിന്നോട്ടു പോകാൻ വന്നവരല്ലായിരുന്നു. അവർ ചോരയൊലിപ്പിക്കുന്ന ശരീരവുമായി തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അല്ല രാജ്യത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി മുന്നോട്ട് തന്നെ നീങ്ങി. പല ഭാഗത്തു നിന്നും ജനങ്ങൾ വീണ്ടും സമരമുഖത്തേക്കെത്തി. ആയിരങ്ങൾ, പതിനായിരങ്ങൾ. സമരം വീണ്ടും ശക്തമായി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കാനാണ് സർക്കാരും ഭരണ സംവിധാനങ്ങളും. അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ജനങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തും. അവർ ചോദ്യങ്ങൾ ഉന്നയിക്കും. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. എന്നാൽ ചോദ്യം ചോദിക്കുന്നവരെ ലാത്തി കൊണ്ട് നേരിടുന്ന സർക്കാർ സംവിധാനങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതാണ്? അല്ലെന്ന് തന്നെയാണ് ഉത്തരം.
ഉരുക്കുമുഷ്ടിയും ലാത്തിയും കൊണ്ട് അവർ ജനാധിപത്യത്തെ അടിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ജനാധിപത്യത്തെ ചേർത്ത് നിർത്തി രാജ്യത്തെ യുവാക്കൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. സമരപാരമ്പര്യം ഉറങ്ങുന്ന മണ്ണാണിത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീര യോദ്ധാക്കളുടെ പിന്മുറക്കാരാണ് നമ്മൾ. എത്ര മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ജീവൻ വെടിയേണ്ടി വന്നാലും പുറകോട്ടു പോകില്ല, പോകാൻ കഴിയില്ല. കാരണം നമ്മളിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി.